ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യേശു ക്രിസ്തു ഒരിടത്തും ഞാൻ ദൈവമാണ് എന്ന് അതേ വാക്യത്തിൽ പറഞ്ഞില്ലെങ്കിലും തൻ്റെ പ്രവൃത്തികളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും താൻ സൃഷ്ടാവാണെന്നും ദൈവപുത്രനാണെന്നും മിശിഹായാണെന്നും തെളിയിക്കുകയുണ്ടായി. കഴിഞ്ഞ എപ്പിസോഡിൽ മത്സ്യത്തിന്റെ വായിലെ നാണയം എങ്ങനെ ക്രിസ്തു സൃഷ്ടാവാണെന്ന് തെളിഞ്ഞതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഹോശന്നാ ദിനത്തിൽ കഴുതപ്പുറത്തു കയറി യെരുശലേമിലേക്ക് വന്ന യേശു പഴയ നിയമത്തിലെ യഹോവയായിരുന്നു എന്നതിനെക്കുറിച്ചാവുന്നു. ഹോശന്നാ ദിനത്തിൽ യേശു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് വന്നത് ഒരു സാധാരണ പ്രവേശനം മാത്രമല്ലായിരുന്നു. അത് പഴയ നിയമത്തിലെ യഹോവ താൻ തന്നെയാണെന്ന് തെളിയിച്ച ശക്തമായ പ്രവചന നിവൃത്തിയായിരുന്നു. ആദ്യം ഈ സംഭവത്തിനാസ്പദമായ പഴയ നിയമവചനത്തിലേക്ക് പോകാം. സഖറിയാവ് 9:9 വായിക്കാം. സിയോൻ പുത്രിയെ, ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക. യെരുശലേം പുത്രിയെ, ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. പഴയ നിയമത്തിൽ യേശുവിന്റെ ജനനത്തിനും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നൽകപ്പെട്ട ഈ പ്രവചനം ഹോശന്നാ ദിനത്തിൽ യേശുവിന്റെ യെരുശലേം പ്രവേശനത്തിൽ നിവൃത്തിയായി. ഇനി ഈ പ്രവചനം നിവൃത്തിയായ പുതിയ നിയമവചനം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 21 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ഫാഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്തുകൊണ്ട് യേശു തന്റെ യാത്രയ്ക്ക് കഴുതയെ തിരഞ്ഞെടുത്തു? തുടക്കം മുതൽ ഒടുക്കം അറിയുന്ന ക്രിസ്തു തന്നെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചന നിവൃത്തീകരണത്തിനായി കഴുതയെ തിരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യേശുവിന്റെ ജനനത്തിനു മുമ്പേ സഖറിയാവ് എന്തുകൊണ്ട് ഈ രാജാവ് കഴുതപ്പുറത്തു തന്നെ വരുമെന്ന് പ്രവചിച്ചു? പഴയ നിയമകാലത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും സമാധാനപരമായ യാത്രകൾക്കും രാജകീയ ചടങ്ങുകൾക്കും കഴുതകളെ ഉപയോഗിച്ചിരുന്നുവെന്ന് കാണിക്കുന്ന നിരവധി വചനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. 1 രാജാക്കന്മാർ 1:33-39 വചനങ്ങൾ വായിക്കാം. രാജാവ് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർക്കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. 39 വചനം വായിക്കാം. സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. ഇവിടെ ശലോമോൻ രാജാവിന്റെ കഴുതപ്പുറത്തുള്ള യാത്ര തന്റെ രാജാഭിഷേകത്തിന്റെ ഭാഗമായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യേശുവിന്റെ യെരുശലേം സന്ദർശനവുമായുള്ള ബന്ധത്തിൽ മറ്റൊരു ഭാഗം കൂടി ഒളിഞ്ഞുകിടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ വചനത്തിലേക്ക് പോകാം. 1 രാജാക്കന്മാർ 1 അധ്യായത്തിന്റെ 40-41 വായിക്കാം. പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ് അത്യന്തം സന്തോഷിച്ചു. അദോനിയാവും കൂടെ ഉണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു. കാഹളനാദം കേട്ടപ്പോൾ യോവാബ്, പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവൻ എന്ത് എന്ന് ചോദിച്ചു. ഈ വചനത്തോടുകൂടി തന്നെ പുതിയ നിയമവചനം വായിക്കാം. മത്തായി 21 അധ്യായത്തിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഈ 2 വചനങ്ങളിലും ഒരു പുതിയ രാജാവിന്റെ വരവിനെ തുടർന്ന് നഗരം മുഴുവനും ഇളകിയ ഒരു ദൃശ്യമാണ് കാണുന്നത്. പഴയ നിയമത്തിൽ ശലോമോൻ കഴുതപ്പുറത്തു വന്ന് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു. പുതിയ നിയമത്തിൽ യേശു രാജാവായി കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് വരുന്നു.
രണ്ടു സ്ഥലത്തും ജനങ്ങൾ ആഹ്ലാദത്തോടെ രാജാവിനെ സ്വീകരിക്കുന്നു. രണ്ടുപേരും ദാവീദിന്റെ രാജത്വവുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ശലോമോൻ ദാവീദിന്റെ പുത്രനാണെങ്കിൽ യേശു ദാവീദിന്റെ പുത്രനെന്ന് വിളിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ശലോമോൻ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നഗരം മുഴുവനും കലങ്ങിയതുപോലെ പുതിയ നിയമത്തിൽ യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവനും ഇളകി. ശലോമോന്റെ ഈ ഭൂമിയിലെ രാജത്വം യേശുവിന്റെ ദൈവരാജ്യത്തിന്റെ രാജത്വത്തിന്റെ നിഴലായിരുന്നു. എന്തുകൊണ്ടാണ് യേശു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും കൊണ്ടുവരുവാൻ ശിഷ്യരോട് പറഞ്ഞു? തന്നെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനം പൂർണ്ണമായി നിവൃത്തിയായെന്ന് കാണിക്കുവാനായിരുന്നു യേശു അങ്ങനെ ചെയ്തത്. കഴുതപ്പുറത്ത് വരുന്ന യേശുവിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം നോക്കാം. മത്തായി 21:9. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ജനങ്ങൾ ഇവിടെ യേശുവിനെ വരവേൽക്കുവാൻ ഉപയോഗിച്ച പഴയ നിയമവചനം നോക്കാം. സങ്കീർത്തനം 118:25, 26 വചനങ്ങൾ വായിക്കാം. യഹോവേ, ഞങ്ങളെ രക്ഷിക്കേണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകേണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. 118 സങ്കീർത്തനം യഹൂദരുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഇതൊരു സാധാരണ ഗാനമല്ല. രക്ഷ, രാജത്വം, മിശിഹായുടെ വരവ്, യഹോവയുടെ ജയം എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ ഒരു ആരാധനാ ഗാനമായിരുന്നു. ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് വിളിച്ചപ്പോൾ അവർ സങ്കീർത്തനം 118 ഉദ്ധരിക്കുകയായിരുന്നു. ഹോശന്ന എന്ന പദം ഇവിടെ നിന്നാണ് രൂപപ്പെടുന്നത്. എബ്രായ ഭാഷയിൽ ഹോഷിയാന അഥവാ ഹോഷ്ന എന്നാണ്. ഇപ്പോൾ രക്ഷിക്കേണമേ അല്ലെങ്കിൽ ദയവായി രക്ഷിക്കേണമേ എന്നാണ്. ദാവീദ് പുത്രന് ഹോശന്ന എന്നതിനർത്ഥം ദാവീദിന്റെ പുത്ര, ഞങ്ങളെ രക്ഷിക്കേണമേ എന്നാണ്. സങ്കീർത്തനം 118 യഹോവയോട് വിളിച്ച ഈ വാക്ക് യേശുവിനോട് വിളിച്ചപ്പോൾ അവർ അറിയാതെയെങ്കിലും യേശുവിനെ യഹോവയായ രക്ഷകനായി പ്രഖ്യാപിക്കുകയായിരുന്നു. സഖരിയാവ് 9:9. സിയോൻ പുത്രിയെ, ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക. യെരുശലേം പുത്രിയെ, ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. പഴയ നിയമത്തിൽ രാജാവ് യഹോവയാണ്. യെശയ്യാ 43:15 വായിക്കാം. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും ആകുന്നു. സങ്കീർത്തനത്തിലെ ഒരു വചനം കൂടി വായിക്കാം. സങ്കീർത്തനങ്ങൾ 24:8. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. യേശു രാജാവായി യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ യഹോവയുടെ സ്ഥാനം യേശു ഏറ്റെടുക്കുകയായിരുന്നു. യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടത്തെ ജനം യേശുവിനെ എങ്ങനെ സ്വീകരിച്ചുവെന്ന് നോക്കാം. യോവന്നാൻ 12:12-13 വചനങ്ങൾ വായിക്കാം. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോലയെടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. എന്തുകൊണ്ടാണ് ജനം ഈത്തപ്പനയുടെ കുരുത്തോല കൊണ്ട് യേശുവിനെ വരവേൽക്കുവാൻ പോയത്? ഇതൊരു സാധാരണ ആചാരമല്ലായിരുന്നു. അതിന് യഹൂദ പാരമ്പര്യത്തോട് വളരെ ആഴമുള്ള ബന്ധമുണ്ട്. ലേവ്യ പുസ്തകം 23:40 വായിക്കാം. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. ഇവിടെ ജനം യഹോവ സന്നിധിയിലെ സന്തോഷവും ബഹുമാനവും യേശുവിന് നൽകുകയായിരുന്നു. ഈത്തപ്പന കുരുത്തോലയുമായി ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വചനം കൂടി ചേർത്ത് വായിക്കാം. വെളിപ്പാട് 7:9. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ ജനം ഭൂമിയിൽ കുരുത്തോലയുമായി യേശുവിനെ വരവേറ്റത് സ്വർഗീയ ആരാധനയുടെ നിഴലായിരുന്നു. യേശുവിന്റെ യെരുശലേം യാത്രയിലെ മറ്റൊരു ഭാഗം കൂടി നോക്കാം. മത്തായി 21
7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. എന്തുകൊണ്ടാണ് ജനം താന്താങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചത്? ഇതൊരു സാധാരണ ബഹുമാന പ്രകടനം മാത്രമല്ലായിരുന്നു. ഇത് പഴയ നിയമകാലഘട്ടത്തിൽ രാജാവിനെ സ്വീകരിക്കുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിന്റെ 13 വായിക്കാം. ഉടനെ അവർ ബന്ധപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ വസ്ത്രമെടുത്ത് കോവണിപ്പടികളിന്മേൽ അവന്റെ കാൽക്കൽ വിരിച്ചു. കാഹളം ഊതി യേഹൂ രാജാവായി എന്ന് പറഞ്ഞു. 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൽ യേഹൂവിനെ രാജാവായി സ്വീകരിച്ചതുപോലെ മത്തായി 21-ാം അധ്യായത്തിൽ ജനങ്ങൾ യേശുവിനെ രാജാവായി സ്വീകരിച്ചു. യേശു യെരുശലേമിൽ പ്രവേശിച്ചതിനു ശേഷം പോയത് യെരുശലേം ദൈവാലയത്തിലേക്കായിരുന്നു. മത്തായി 21-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വായിക്കാം. യേശു ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചുകളഞ്ഞു. അവരോട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. ഇതുതന്നെയാണ് പഴയ നിയമത്തിൽ മലാക്കി പ്രവാചകൻ പ്രവചിച്ചത്. മലാക്കി 3:1. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇവിടെ യേശു സ്വയം യഹോവയുടെ സ്ഥാനത്തു നിന്ന് പ്രവർത്തിക്കുന്നു. ആലയത്തിന്റെ യഥാർത്ഥ കർത്താവ് താനാണെന്ന് തെളിയിക്കുന്നു. നാം ഇതുവരെ വായിച്ച വചനങ്ങളെയെല്ലാം സംഗ്രഹിക്കുകയാണെങ്കിൽ ഹോശന്നാ നാളിൽ യേശു കഴുതപ്പുറത്ത് വന്ന സംഭവം വെറുമൊരു യാദൃശ്ചിക ചരിത്ര സംഭവമല്ലായിരുന്നു. മനുഷ്യരൂപത്തിൽ വന്ന യഹോവയുടെ രാജകീയ പ്രവേശനമായിരുന്നു. പഴയ നിയമ പ്രവചനങ്ങളും പുതിയ നിയമ സംഭവങ്ങളും ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശു തന്നെയാണ് യഹോവ. കഴുതപ്പുറത്തെ വരവും ഈത്തപ്പനയുടെ കുരുത്തോലയും ഹോശന്നാ വിളിയും യേശുവിനെ വാഗ്ദത്ത രാജാവായി പ്രഖ്യാപിച്ചു. ദൈവാലയത്തിലേക്ക് കടന്നുവന്ന് ആലയത്തിന്റെ യഥാർത്ഥ അവകാശി താനാണെന്ന് വെളിപ്പെടുത്തുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന വിളി ഇന്നും സ്വർഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. യെരുശലേം ജനം സ്വീകരിച്ച കഴുതപ്പുറത്തു വന്ന രാജാവിനെ നമുക്കും സ്വീകരിക്കാം.